ഇന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദേശ വാർത്ത എന്ന് പറയുന്നത് അമേരിക്കയുടെ വ്യോമാക്രമണമാണ്. ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ സൈനിക കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചു. തിരിച്ചടി കൊടുക്കുമെന്ന് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു. സിറിയൻ അതിർത്തിയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ സൈനിക നടപടിയുണ്ടായി അമേരിക്കയിൽ നിന്ന്. 85 ഇടങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തി. ലേറ്റസ്റ്റ് വിവരങ്ങളുമായി അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കർ തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ അരമണിക്കൂറിലധികം ഈ വ്യോമാക്രമണം നീണ്ടുപോയി എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് യാഥാർത്ഥ്യം? ഗുഡ് മോർണിംഗ് SK. ജോർദനിലെ US സൈനിക ക്യാമ്പ് ആക്രമിച്ച് സൈനികരെ കൊന്നവർക്കെതിരെ അല്പം വൈകിയാണെങ്കിലും അമേരിക്ക തിരിച്ചടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇറാഖിലും സിറിയയിലും കനത്ത വ്യോമാക്രമണമാണ് അമേരിക്ക അഴിച്ചുവിട്ടിരിക്കുന്നത്. പല സ്റ്റേജുകളിലായി തിരിച്ചടിക്കുമെന്ന് നേരത്തെ അമേരിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യ ഘട്ടത്തിൽ തന്നെ വ്യോമാക്രമണമാണ് അമേരിക്ക ആരംഭിച്ചിരിക്കുന്നത്. ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾക്കെതിരെയാണ് ഇപ്പോഴത്തെ ഈ വ്യോമാക്രമണമെങ്കിലും ഇതുവരെയും ഇറാന്റെ ഉള്ളിലേക്ക് ഇത് വ്യാപിപ്പിച്ചിട്ടില്ല. വ്യോമാക്രമണം ലക്ഷ്യം വെക്കുന്നത് എതിർപക്ഷത്തെ കമാൻഡ് സെന്ററുകൾ, റോക്കറ്റ്, മിസൈൽ, ഡ്രോൺ എന്നിവയൊക്കെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആയുധപ്പുരകൾ, അതുപോലെ ലോജിസ്റ്റിക്സ്, ആയുധ വിതരണ കേന്ദ്രങ്ങൾ എന്നിവയാണ്. ഇതിനോടകം നേരത്തെ SK സൂചിപ്പിച്ചതുപോലെ 85 കേന്ദ്രങ്ങളിൽ 125 പ്രാവശ്യം അമേരിക്ക കനത്ത ബോംബാക്രമണം നടത്തിയതായി പെന്റഗൺ പറഞ്ഞു. മിഡിൽ ഈസ്റ്റിൽ ഈ ലെബനൻ മുതൽ ഇറാഖ് വരെയും അതുപോലെ യമൻ മുതൽ സിറിയ വരെയും വലിയ സ്വാധീനമുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ അർദ്ധ സൈനിക വിഭാഗവും അതുപോലെ അവരുടെ ചാരസംഘടനയായ ഖുദ്സ് ഫോഴ്സിനെയുമാണ് അമേരിക്ക ഈ ആക്രമണത്തിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ഈ വ്യോമാക്രമണം സിറിയൻ ഇറാഖ് അതിർത്തി പ്രദേശങ്ങളിൽ ആളപായങ്ങൾക്കും ഗുരുതരമായ പരിക്കുകൾക്കും കാരണമായിട്ടുണ്ടെന്ന് സിറിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ ആഴ്ച തുടക്കത്തിൽ തന്നെ വ്യോമാക്രമണത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അനുമതി നൽകിയിരുന്നു. തിരിച്ചടി തുടങ്ങിയതായി ഇന്ന് ഡോവർ എയർഫോഴ്സ് ബേസിൽ കൊല്ലപ്പെട്ട സൈനികർക്ക് അന്തിമോപചാരം അർപ്പിച്ച ശേഷം ബൈഡൻ പറയുകയും ചെയ്തു. മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലുമോ ഒരു യുദ്ധത്തിന് അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ ബൈഡൻ അമേരിക്കയെ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഈ അമേരിക്കയുടെ വ്യോമാക്രമണം ആഴ്ചകളോ അല്ലെങ്കിൽ ചിലപ്പോൾ മാസങ്ങളോ നീണ്ടുപോയേക്കാമെന്നാണ് സൈനിക കേന്ദ്രങ്ങളുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. SK, അതേസമയം അമേരിക്കയുടെ വ്യോമാക്രമണത്തിന് തൊട്ടു മുമ്പ് ഇറാൻ ഒരു യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല എന്ന് ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പറഞ്ഞിരുന്നു. എന്നാൽ പ്രകോപിപ്പിച്ചാൽ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുമെന്നും റൈസി വ്യക്തമാക്കുകയും ചെയ്തു. ഇതോടെ ഈ മിഡിൽ ഈസ്റ്റിൽ ഏവരും ഭയന്നിരുന്ന ഒരു യുദ്ധാന്തരീക്ഷം രൂപം കൊണ്ടിരിക്കുകയാണ് SK. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.